പ്രശസ്ത സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിന്റെ ഓർമ്മയ്ക്കായി പാലക്കാട് ജില്ലയിൽ ആരംഭിക്കുന്ന റിട്ടയർമെന്റ് ഹോം ആനന്ദഭവനം ഡിസംബറിൽ നാടിന് സമർപ്പിക്കും. രവീന്ദ്ര സംഗീതം അനുസ്മരിക്കുന്ന തരത്തിൽ സംഗീതത്തിന് പ്രാധാന്യം നൽകി ആനന്ദകരമായ ഒരു റിട്ടയർമെന്റ് ജീവിതം നൽകുന്നതുകൊണ്ടാണ് ആനന്ദഭവനത്തിന് ഈ പേര് അന്വർത്ഥമാകുന്നത്. മാഷ് പോയിട്ട് ഇപ്പോൾ നമുക്ക് ഒരു 20 വർഷമായി മാഷ് പോയതിനു ശേഷം പോയിട്ട് അദ്ദേഹത്തിൻ്റെ പേർക്ക് ഒരു സ്മാരകം ഉണ്ടായിട്ടില്ല. ഒരു സ്മാരകം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ നമ്മൾ തന്നെ നേരിട്ട് മുൻകൈയെടുത്ത് ചെയ്യാമെന്ന് ആഗ്രഹം തോന്നി. ഒരു സ്മാരകം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു ഹാള് അവിടെ ഇടയ്ക്ക് പ്രോഗ്രാം നടത്തും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അതുകൊണ്ട് വ്യത്യസ്തമായി, അത് വാസ്തവത്തിൽ വ്യത്യസ്തം എന്ന് പറഞ്ഞുകൊണ്ട് അത് മുമ്പ് തന്നെ ഞാനും രവീന്ദ്രനും ഒരുമിച്ച് പ്ലാൻ ചെയ്തൊരു കാര്യമാണ് ഒരു സീനിയർ സിറ്റിസൺ ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ അദ്ദേഹം നേരത്തെ അങ്ങ് പോയി. അപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ അതിന് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു സീനിയർ സിറ്റിസൺ ഹോമായിട്ടാണ് മാഷിനൊരു സ്മാരകം ചെയ്യുന്നത്. കാരണം നാളെയും ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപയോഗമാകട്ടെ, പ്രയോജനമാകട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ പാലക്കാട് കോങ്ങാട് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ആ ഒരു ഹോം പണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബേസ്മെൻറ്റ് പണി നടക്കുന്നത് ഉള്ളൂ ഇപ്പോഴും. അത് നമ്മുടെ ഉദ്ദേശം സാധാരണ ഇപ്പം ഞാൻ ഓൾഡ് ഏജ് ഹോം എന്നുള്ള പേര് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഓൾഡ് ഏജ് ഹോം സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലായിടത്തും വലിയ വലിയ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഓൾഡ് ഏജ് ഹോം ധാരാളം ഉണ്ട്. സീനിയർ സിറ്റിസൺ ഹോം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിലുള്ള കൺസെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പ്രായമായി എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് നമ്മളെ പെടുത്തും, അല്ലേ? പ്രായമായവരാണെന്നുള്ളത്. 60 വയസ്സ് കഴിഞ്ഞ് പ്രായമായോ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ 60 വയസ്സ് കഴിയുമ്പോഴാണ് അവർക്ക് അറിവ് കൂടുതൽ. കാരണം ഈ 60 വർഷം ജീവിച്ച അറിവുകൾ, വിജ്ഞാനം എന്ന് പറയുന്നത്, അറിവുകൾ കൂടുതൽ ഉണ്ടാകുന്ന അപ്പോഴാണ്. അപ്പോൾ അവരെ എങ്ങനെ മാറ്റി നിർത്തേണ്ടതെന്നല്ല, പ്രായമായവരും സമൂഹത്തിൽ പ്രയോജനമുള്ളവരാണെന്ന് നമുക്ക് കാണിക്കണം. അതുപോലെ തന്നെ അവരെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി തനിയെ ഒരു റൂമിലേക്ക് ആക്കുമ്പോഴാണ് അവർ രോഗികളായി മാറുന്നത്. അവരെ ആക്റ്റീവായിട്ട് വെച്ചിരുന്ന, അവരെ ഇതിനൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്ന, നമ്മുടെ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരെന്നും ആക്റ്റീവായിട്ടിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു, അതായത് മരിക്കുന്നത് വരയ്ക്ക് ആനന്ദകരമായിട്ട് ജീവിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ആനന്ദഭവനം എന്നുള്ള പേര് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ, ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മ്യൂസിക് തന്നെയാണ് അവിടെ ഒരു രവീന്ദ്രൻ മാഷിൻ്റെ സ്മാരകമായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ അതിന് മ്യൂസിക്കിന് പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ മാസം തോറും അല്ലെങ്കിൽ ആഴ്ച തോറും അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പല കലാപരിപാടികളും, മുഖ്യമായിട്ട് സംഗീതവും ഒക്കെ നമ്മൾ കൊടുക്കും. ആ ഒരു ബേസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഒരു വെജിറ്റേറിയൻ അറ്റ്മോസ്ഫിയറാണ്. കാരണം ഞാൻ ആക്ച്വലി വന്നിട്ടൊരു ആത്മീയ പ്രഭാഷണം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു സപ്താഹം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനിനി ആ വഴിക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു ഇതായിരിക്കും ഈ ഒരു ഭവനം. ഇതൊരു വലിയ സ്ഥാപനമായിട്ടൊന്നും വളർത്താൻ നമുക്ക് ഉദ്ദേശമൊന്നുമില്ല. അതുകൊണ്ട് ആനന്ദഭവനം, അതായത് ഒരു വലിയ ഭവനം എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു വലിയ വീട്, 30 റൂമുകൾ മാത്രമാണ് ഉള്ളത്. 30 റൂമുകളിൽ സിംഗിൾ ബെഡും ഡബിൾ ബെഡുമായിട്ടുള്ള റൂമുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്. പേയ്മെൻറ്റ് വാങ്ങിക്കുന്ന വെച്ചാൽ അതൊരു ലീസ് രീതിയിലാണ്, നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. കാരണം സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഇത് രവീന്ദ്രൻ മാഷിൻ്റെ മെമ്മോറിയൽ അല്ലാതായി മാറും. ഓരോരുത്തരും മാറി മാറി സെയിൽ ചെയ്തിട്ട് അങ്ങനെ ആകുന്നത് കൊണ്ട് വാങ്ങിക്കുന്ന തുകയ്ക്ക് അവരവിടുന്ന് ഇടയിൽ വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ 5% എടുത്തിട്ട് ഡിപ്രിസിയേഷൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും എമൗണ്ട്. അതുപോലെ മരണശേഷമാണെങ്കിൽ ഇവിടെ നോമിനിക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നതാണ് ഈ കിട്ടുന്ന എമൗണ്ട്. അങ്ങനെ ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രായമായവരെ മാക്സിമം സന്തോഷകരമായി ആനന്ദകരമായി വെക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മാഷിൻ്റെ പേരിൽ തന്നെ ചെയ്യാമെന്നുള്ള തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ വരെ പ്രത്യേകത മറ്റൊന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ഡേ കെയർ ഇല്ലേ, അതേപോലെ പ്രായമാർക്കും ഒരു ഡേ കെയർ സെൻ്റർ പോലെ നമ്മളുണ്ട്. അതായത് ഒരു ആഴ്ചയോ ഒരു മാസമോ വിട്ടിട്ട്, ഇപ്പോൾ പലപേരും പറയില്ലേ പ്രായമായ അച്ഛനോ അമ്മയോ വീട്ടിലുണ്ടെങ്കിൽ പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു യാത്ര പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ളപ്പം സേഫായിട്ട് കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാം. നമുക്ക് നായക്കൂടി എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് പോകാം, അല്ലേ? പക്ഷെ ആരെങ്കിലും പ്രായമുള്ളൊരു ചേർക്കുമോ വീട്ടിൽ? ആരെങ്കിലും ഞങ്ങൾ നോക്കുക ഒരാഴ്ച നേരം സമ്മതിക്കുമോ?
ആരും സമ്മതിക്കില്ല. അപ്പം അങ്ങനെ ഒരു സൗകര്യം കൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ഒരു മാസത്തേക്കോ ഒരാഴ്ചയ്ക്കോ ഒക്കെ വിട്ടിട്ട് അവർക്ക് പോകാൻ പറ്റുന്നതിനുള്ളൊരു സംവിധാനം കൂടി ചെയ്യുന്നുണ്ട്. റോക്ക്ഷീൽ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നുള്ള പേരിൽ, റിയാലിറ്റീസ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന പേരിൽ ഞങ്ങൾ പെരിന്തൽമണ്ണയാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. ഞങ്ങൾ നോർത്ത് കേരളയിൽ നിരവധി പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. റിട്ടയർമെൻറ്റ് ഹോംസ്, പിന്നെ ലക്ഷറി ഫ്ലാറ്റ്സ്, അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചേച്ചിയോടൊപ്പം ഞാനും അജിത്തും അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളുകളായി. ഞങ്ങളാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, എക്സിക്യൂഷൻ, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ചേച്ചിയുടെ കൂടെ നിന്നിട്ട്. അതിനെയാണ് നമ്മുടെ PR ഹെഡ് അജിത്താണ് ബേസിക്കലി കൺസ്ട്രക്ഷൻ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ നോർമലി നിങ്ങൾക്ക് അറിയാം, ഒരു ഫ്ലാറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം ഒരു 15 ലക്ഷം 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ തീരെ ചെറിയ തുകയാണ്. അപ്പോൾ അത് നോക്കാതെ തന്നെ ഏറ്റവും നല്ല ഫെസിലിറ്റീസാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി കിച്ചൺ, നേഴ്സിംഗ് കെയർ, ഒപ്പം ഈ പറയുന്നൊരു വലിയൊരു ആംഫി തിയേറ്റർ, ഒരു ഓഡിറ്റോറിയം പോലുള്ളൊരു അത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടുത്തെ. ഈ ചേച്ചി പറഞ്ഞ പോലെ ഇവൻറ്റ്ഫുൾ ആയിരിക്കും അവിടുത്തെ അവരുടെ ലൈഫ്. മ്യൂസിക് ക്ലാസ്സുകൾ ഉണ്ടാവും, മ്യൂസിക്കൽ ഇവൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ ഹാപ്പിയായിട്ട് ജീവിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഉദ്ദേശം. കൺസ്ട്രക്ഷൻ വൈസ് നമുക്ക് ഓവർ 30 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, തൃശ്ശൂർ, ഗുരുവായൂരൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെരി ഹാപ്പി ടു അസോസിയേറ്റ് വിത്ത് ചേച്ചി. അപ്പോൾ ഞങ്ങൾക്ക് 2027 ഡിസംബറിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി എല്ലാം തുടങ്ങി കഴിഞ്ഞു. ബുക്കിംഗ് നമ്മൾ ഈ ആഴ്ചയോടെ ഓപ്പൺ ആക്കും. അപ്പോൾ 15 lakhs ആണ് ഒരു സിംഗിൾ ഓക്യുപ്പൻസിക്ക്. ഡബിൾ ഓക്യുപ്പൻസിക്ക് 20 lakhs ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഒരു മന്ത്ലി എക്സ്പെൻസ് ഉണ്ട്. ഇവരുടെ ഫുഡൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10,000 rupees ആണ് ഇതിൻ്റെ മന്ത്ലി എക്സ്പെൻസ് വരുന്നത്. എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ 30 വർഷത്തെ എക്സ്പീരിയൻസിനുള്ളിൽ ഒരു റിട്ടയർമെൻറ്റ് ഹോം പ്രൊജക്റ്റ് കിട്ടുക, അതായിരുന്നു നല്ലൊരു അവസരമായിട്ട് തോന്നിയത്. അത് നല്ലപോലെ വിനിയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് റിട്ടയർമെൻറ്റ് ഹോം എന്നുള്ള പ്രൊജക്റ്റ് എടുക്കാനുണ്ടായ സാഹചര്യം. ചേച്ചി തന്നെ പറഞ്ഞു, ആ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ വന്ന് താമസിക്കണം, എനിക്ക് അവരോടൊപ്പം എക്സ്പീരിയൻസ് ചെയ്യണം. അത് ചേച്ചി തന്നെയാണ് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം നേരിട്ട് നോക്കി നടത്തുന്നതെന്നുള്ളതാണ് ചേച്ചി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, രവീന്ദ്രൻ മാഷ്ടർ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് എന്നതും അവരുടെ സ്മാരകമായതുകൊണ്ടും റോക്ക്ഷീൽ ബിൽഡേഴ്സ് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. റോക്ക്ഷീൽ ബിൽഡേഴ്സ് അങ്ങനെ ഒരു സ്മാരകം ചെയ്യാനുള്ള അവസരം കിട്ടുകയും അത് നന്നായി ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഈ ആനന്ദഭവനം എന്നുള്ള പ്രൊജക്റ്റ് ഞങ്ങൾ ഇൻവോൾവ് ആയിരിക്കുന്നത്. അതിൽ ഞങ്ങൾ മാക്സിമം സന്തോഷവാന്മാരാണ്. ഓൾമോസ്റ്റ് ഞങ്ങളുടെ പൈലിങ്ങും ഫൗണ്ടേഷനും ബാക്ക് ഫില്ലിങ്ങും എല്ലാം കഴിഞ്ഞു.